കുഞ്ഞുമക്കളെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ് മതവിദ്യാഭ്യാസം പഠിപ്പിച്ചത്. നിങ്ങൾ അറിയുമോ, ഇന്ന് 90 ലക്ഷത്തോളം വരുന്ന ആളുകളാണ് കേരളത്തിലുള്ളത്. മുസ്ലിം സമുദായം. മുസ്ലിം സമുദായത്തിന്റെ ജനസംഖ്യ 2011 കണക്ക് പ്രകാരം 85 ലക്ഷമാണ്. ഇപ്പോൾ ഒരുപക്ഷെ 90 ലക്ഷത്തോളം വരുന്ന ആളുകൾ. ഏറെക്കുറെ ഒരു മാസം മുമ്പ് മാതൃഭൂമി നടത്തിയ കണക്ക് പ്രകാരം 15 ലക്ഷം കുഞ്ഞുങ്ങളാണ് മദ്രസ പ്രായത്തിലുള്ള, സ്കൂൾ പ്രായത്തിലുള്ള 15 വയസ്സ് വരെയുള്ള കുട്ടികൾ മുസ്ലിം സമുദായത്തിലുള്ളത് 15 ലക്ഷമാണ് എന്നാണ് മാതൃഭൂമിയുടെ കണക്ക്. ഞങ്ങൾ പറയുന്നു, ആ 15 ലക്ഷം കേരളത്തിലെ മുസ്ലിം കുട്ടികളിൽ 11,10,820 കുട്ടികളെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മദ്രസകളിലാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കേവലം ഒരു മണ്ണാങ്കട്ട കണക്കല്ല, ഇത് കൃത്യമായ കണക്കാണ് പറയുന്നത്. 11,10,820 കുട്ടികൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മദ്രസയിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ കാലഘട്ടത്തിനിടക്ക് 40 ലക്ഷത്തോളം വരുന്ന പൊതുപരീക്ഷാ സർട്ടിഫിക്കറ്റുകൾ കേവലം 90 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ഈ മുസ്ലിം കൈരളിക്ക് 40 ലക്ഷത്തോളം വരുന്ന പൊതുപരീക്ഷാ സർട്ടിഫിക്കറ്റുകൾ 5ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലുമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിതരണം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോ ചില ആളുകളുടെ ഒരു അവകാശവാദമുണ്ട്. അതൊക്കെ ഞങ്ങളും നിങ്ങളും ഒന്നിച്ചു നിൽക്കുമ്പോ 1989 മുമ്പുണ്ടാക്കിയതല്ലേ എന്ന്. 1989 മുമ്പ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ മദ്രസകൾ കെട്ടിപ്പടുത്തത് അത് കാന്തപുരത്തിന്റെ മികവ് കൊണ്ടായിരുന്നില്ല. അത് ബഹുമാനപ്പെട്ട മഹാനായ KP ഉസ്മാൻ സാഹിബ്, NK ബഹുമാനപ്പെട്ട അഹമ്മദ് മുസ്ലിയാർ പോലെയുള്ള സമസ്തയുടെ ഓർഗനൈസർമാരും, ബഹുമാനപ്പെട്ട കോട്ടമല ഉസ്താദ്, ബാഫഖി തങ്ങൾ, CH ഹൈദ്രോസ് ഉസ്താദ്, MM ബഷീർ ഉസ്താദ് തുടങ്ങിയ വിദ്യാഭ്യാസ ബോർഡിന് വേണ്ടി കഷ്ടപ്പെട്ട് ഓടി നടന്ന മഹാന്മാര് ആ കാലഘട്ടത്തിൽ 1989 സമസ്തയുടെ മദ്രസകളുടെ എണ്ണം 6187 ആയിരുന്നു. എഴുതേണ്ടവർക്ക് എഴുതാം, റെക്കോർഡ് ചെയ്യേണ്ടവർക്ക് റെക്കോർഡ് ചെയ്യാം. ഇത് കൃത്യമായ കണക്കാണ് പറയുന്നത്. ഒന്നാമത്തെ മദ്രസ മുതൽ കൃത്യമായ കണക്ക് ഓരോ മദ്രസയുടെ അഡ്രസ്സും ഞങ്ങൾ തരാം. 1989 വരെ 6187 മദ്രസകളാണുള്ളത്. അത് 2016 എത്തി നിൽക്കുമ്പോ കൃത്യമായി 9595 മദ്രസകൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 89 ശേഷം കാന്തപുരം വിഭാഗത്തെ 6 ആളുകളെ സമസ്തയിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷം 3408 മദ്രസകൾ ഈ ചുരുങ്ങിയ 26 കൊല്ലം കൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കിയത്. പക്ഷേ ഈ 3408 മദ്രസകളിൽ ഒരൊറ്റ മദ്രസയും അറബിപ്പണം കൊണ്ട് ഞങ്ങൾ കെട്ടിടമുണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് സമസ്ത ഒരു മദ്രസയും ഉണ്ടാക്കിയിട്ടില്ല. ലക്ഷങ്ങൾ അറബികളെ പറ്റിച്ചു കൊണ്ടുവരുന്ന പണം കൊണ്ട് കെട്ടിടമുണ്ടാക്കി കൊടുത്ത്, പള്ളി ഉണ്ടാക്കി കൊടുത്ത്, മദ്രസയുടെ സിലബസ് അംഗീകരിക്കണമെന്ന് ഡിമാൻഡ് വെക്കേണ്ട ഗതികേട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഉണ്ടായിട്ടില്ല. 3408 മദ്രസകൾ ഈ 26 കൊല്ലത്തിനടക്ക് 307 റേഞ്ചുകളാണ് 1989 ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 417 റേഞ്ചുകളാണ്. ഈ 26 കൊല്ലത്തിനടക്ക് 110 റേഞ്ചുകൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് അധികമുണ്ടായി. അന്ന് 89 മുഅല്ലിം സർവീസ് രജിസ്റ്റർ സമ്പാദിച്ച MSR എടുത്ത 40,770 മുഅല്ലിമീങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് 88,900 മുഅല്ലിമീങ്ങൾ. ഈ 26 കൊല്ലത്തിനടക്ക് 48,130 MSR എടുത്ത മുഅല്ലിമീങ്ങൾ. MSR കൊടുക്കുമ്പോ കാന്തപുര വിഭാഗം MSR എടുക്കാറില്ലല്ലോ. 48,130 ആളുകൾ മുഅല്ലിമീങ്ങൾ. 5ാം ക്ലാസ് അന്ന് പൊതുപരീക്ഷ സർട്ടിഫിക്കറ്റ് നൽകിയത് 5ാം ക്ലാസ് പാസ്സായവർ 1989 5,75,554 ആയിരുന്നു. അത് 2014 എത്തിയപ്പോ അത് 25,31,487 ആയി. ഈ 26 കൊല്ലം കൊണ്ടാണ് കേരളത്തിലെ 5ാം ക്ലാസ് പാസ്സായ കുട്ടികൾക്ക് 19,55,930 സർട്ടിഫിക്കറ്റ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നൽകിയത്. 7ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് 89 ശേഷമാണ് കൊടുത്തത്. 9,09,591 സർട്ടിഫിക്കറ്റ്. 10ാം ക്ലാസ്സിൽ 1,11,057 സർട്ടിഫിക്കറ്റ്. 89 ശേഷം ഞങ്ങൾ വിട്ടുപോകുന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നവരോട് പറയട്ടെ, ഇതുപോലെ നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധി
ബുദ്ധിയുണ്ടെങ്കിൽ ചിന്തിക്കാൻ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആയിരക്കണക്കിന് ദർസുകൾ ഉണ്ടാക്കി, നൂറുകണക്കിന് അറബി കോളേജുകൾ ഉണ്ടാക്കി. 89 ശേഷം ജാമിയയുടെ ജൂനിയർ കോളേജുകൾ, വാഫി കോളേജുകൾ, വളാഞ്ചേരി മർക്കസിന്റെ നേതൃത്വത്തിലെ വാഫി കോളേജുകൾ, ദാറുൽ ഹുദയുടെ ഹുദവി കോളേജുകൾ, മറ്റുള്ള കോളേജുകൾ, കടമേരി റഹ്മാനിയയുടെ, നന്ദി ദാറുസലാമിന്റെ ഒക്കെ നേതൃത്വത്തിലുള്ള ജൂനിയർ കോളേജുകളായി 89 ശേഷം 300-ലധികം വരുന്ന അറബി കോളേജുകൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ വന്നിട്ടുണ്ട്. ആ 300-ലധികം വരുന്ന കോളേജുകളിൽ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത് 2 വിദ്യാഭ്യാസവും നേടിക്കൊണ്ടിരിക്കുന്ന ഫൈലിമാരാണ്, ദാരിമിമാരാണ്, റഹ്മാനികളാണ്, വാഫികളാണ്, ഹുദവികളാണ്. ആ മക്കൾക്കൊപ്പം എത്താൻ ഓടിയെത്താൻ നിങ്ങൾക്ക് കഴിയുമോ? അത്ഭുതങ്ങൾ ചെയ്യുന്ന ഈ സമ്മേളനത്തിൽ വന്ന ഇന്നലെ ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെടുത്തിയ ഒരു സുഹൃത്ത് പട്ടിക്കാട് ജാമ്യയിൽ നിന്ന് ഫൈലി ബിരുദം നേടി അതിനുശേഷം എംടെക് എഞ്ചിനീയറിംഗിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന, ബിടെക് കഴിഞ്ഞ് എംടെക്കിന് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ജാമ്യയുടെ സന്തതിയായ ഒരു ഫൈലിയാണ്. PhD നേടിയ, ഡോക്ടറേറ്റ് നേടിയ, ഇന്ത്യയിലെ പുറത്തുള്ള സർവകലാശാലകളിൽ നിന്ന് PhD നേടിയ നൂറുകണക്കിന് ഫൈലിമാര്, പണ്ഡിതന്മാര്, ദാരിമിമാര്, വാഫിമാര് ഈ പ്രസ്ഥാനത്തിന് കീഴിലുണ്ട്. ജർമ്മനിയിൽ നിന്ന് കോഴ്സ് പൂർത്തിയാക്കി നോക്കിയ കമ്പനിയുടെ ഉന്നതമായ ഒരു പോസ്റ്റിൽ ജോലി ചെയ്യുന്നത് ജാമ്യയുടെ സന്തതിയായ ഒരു ഫൈലിയാണ്. നിങ്ങൾ ചിന്തിക്കണം, BBC ലോകത്തെ ഏറ്റവും വലിയ വാർത്താ വിതരണ സംവിധാനത്തിൽ BBC എന്ന് പറയുന്ന ന്യൂസ് ഏജൻസിയിൽ, അൽ ജസീറയിൽ ദാറുൽ ഹുദയുടെ മക്കൾ ഹുദവിമാരുണ്ട്. ബഹുമാനപ്പെട്ട മഹാനായ CH ഉസ്താദും MM ബഷീർ ഉസ്താദും പാപ്പുട്ടി ഹാജിയും 10ാം ക്ലാസ് കൊടുക്കാതെ, +2 കൊടുക്കാതെ സമസ്തയുടെ 5ാം ക്ലാസ് മാത്രം യോഗ്യതയാക്കി ദാറുൽ ഹുദയിലേക്ക് കുട്ടികളെ ചേർക്കുമ്പോൾ കളിയാക്കിയ ആളുകളുണ്ട്. ഞങ്ങൾ പറയട്ടെ, ഒരു കോളേജിലും പോയിട്ടില്ലാത്ത, ഒരു അറബി കോളേജിൽ നിന്ന് പോലും ബിരുദമെടുത്തിട്ടില്ലാത്ത ഉസ്താദുമാരിൽ നിന്ന്, സമസ്തയുടെ ആലിമീങ്ങളിൽ നിന്ന് ഇൽമ കരസ്ഥമാക്കിയ ശൈഖുന ചെറുശ്ശേരി ഉസ്താദ്, ഒരു കോളേജിൽ പോകാത്ത ചെറുശ്ശേരി ഉസ്താദ് എഴുതി ഒപ്പിട്ട് കൊടുക്കുന്ന ഹുദവിമാരുടെ സർട്ടിഫിക്കറ്റ് സമസ്തയുടെ 5ാം ക്ലാസ് മാത്രം യോഗ്യതയായി ഇന്ന് 100 കണക്കിന് ഹുദവിമാര്. ആ ഹുദവിമാരുടെ പ്രാഗൽഭ്യത്തിന് ഒപ്പമെത്താൻ ലോകത്തെ ഇംഗ്ലീഷ് പണ്ഡിതന്മാർക്ക് പോലും സാധിക്കാത്ത വിധം ഓക്സ്ഫോർഡ് സർവകലാശാല ഇറക്കുന്ന ഏറ്റവും കുറ്റമറ്റത് എന്ന് ലോകം സമ്മതിച്ച ഓക്സ്ഫോർഡ് ഡിക്ഷണറി, ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ തെറ്റുകളുണ്ട് എന്ന് തിരുത്തിക്കൊടുത്തത് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിന്റെ സന്തതി ഒരു ഹുദവിയാണ് എന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഹൈക്കോടതിയിൽ കേരള ഹൈക്കോടതിയിൽ ഉന്നതമായ പോസ്റ്റിൽ ജോലി ചെയ്യുന്ന വാഫിമാരുണ്ട്. ഈ രാജ്യത്തെ, ഇന്ത്യയിലെ വലിയ വലിയ സർവകലാശാലകളിൽ, വിദേശത്തെ ഗൾഫ് രാജ്യങ്ങളിലെ, ഈജിപ്ത് ഉൾപ്പെടെയുള്ള മറ്റുള്ള രാജ്യങ്ങളിലെ പ്രൊഫസർമാരായി ജോലി ചെയ്യുന്ന വാഫിമാരുണ്ട്, ഹുദവിമാരുണ്ട്, അഡ്വക്കറ്റുമാരുണ്ട്, ദാരിമികളും റഹ്മാനികളുമൊക്കെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിലെ വലിയ വലിയ പോസ്റ്റുകളിൽ അവർ അഡ്വക്കറ്റുമാരായി. കഴിഞ്ഞ ആഴ്ച ഒരു അഡ്വക്കറ്റായ ഒരു ദാരിമിയെ പരിചയപ്പെട്ടു. ഈ ഹൈക്കോടതിയിൽ വരെ പ്രാക്ടീസ് ചെയ്യുന്ന ഇങ്ങനെയുള്ള മഹാപണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട ജാമിയ നൂരിയ അറബി കോളേജ്, ദാറുൽ ഹുദ, അതേപോലെ ഇന്ന് വാഫി സംവിധാനം അത്ഭുതകരമായ PG ക്യാമ്പസോടൊക്കെ മുന്നോട്ട് പോകുമ്പോ ഞങ്ങളൊന്ന് പറയുന്നു, ഇന്ന് ഈ ക്യാമ്പസുകളിൽ സമന്വയ വിദ്യാഭ്യാസത്തിന് മാത്രം പഠിച്ചുകൊണ്ടിരിക്കുന്ന, 2 വിദ്യാഭ്യാസവും നേടുന്ന ഈ പടയണി, 25,000-ലധികം വരുന്ന മുത്താലിമീങ്ങളുള്ള ഈ പടയണിയെ പിടിച്ചുകെട്ടാൻ, അതിനെ ചെറുതായി കാണാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആഗോള തലത്തിൽ ഒരു കാഴ്ചപ്പാടാണ് കാണുന്നത്. ലോകരാജ്യങ്ങളിൽ ഇസ്ലാമിക ദഅവത്ത് നടത്താൻ നിങ്ങൾ അറിയുമോ? ഇന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശീർവാദത്തോടുകൂടെ ദാറുൽ ഹുദയുടെ ഹാദിയ എന്ന് പറയുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഘടന കേരളത്തിന് പുറത്തുള്ള സ്റ്റേറ്റുകളിൽ 192 മദ്രസകൾ നടത്തുന്നുണ്ട്. തമിഴ്നാട്, കർണാടക മുതൽ കാശ്മീർ വരെ 192 മദ്രസകൾ നടത്തുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിലെ ഒരു സ്ഥാപനത്തിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വൈപുല്യം നിങ്ങൾ മനസ്സിലാക്കണം. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ സമസ്ത ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ദഅവത്തിനൊരു കൈത്താങ്ങി എന്ന പേരിൽ നമ്മൾ ഫണ്ട് പിരിച്ചെടുത്തുകൊണ്ട് ആ ഫണ്ട്, ആ ശക്തമായ ഈ ജനലക്ഷങ്ങൾ കൊടുത്ത ആ ഫണ്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പള്ളികളും മദ്രസകളും ദീനീ ദഅവത്തും എത്തിക്കുക എന്നതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ
ആ സമസ്തയുടെ പ്രവർത്തനം അതിശക്തമായി മുന്നോട്ട് പോകുമ്പോ അഭിമാനത്തോടുകൂടെ നമുക്ക് പറയാൻ സാധിക്കും, ഈ അജയ്യമായ ശക്തിയെ വിദ്യാഭ്യാസ രംഗത്ത്, മതവിദ്യാഭ്യാസ രംഗത്ത്, ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് നൂറുകണക്കിന് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ, പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, എഞ്ചിനീയറിംഗ് കോളേജ് വരെ ഇതിനൊക്കെ നേതൃത്വം നൽകുന്നത് മഹാനായ ശൈഖുന കോയക്കുട്ടി ഉസ്താദാണ്. പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളാണ്. ശൈഖുന ചെറുശ്ശേരി ഉസ്താദാണ്. നേതൃത്വത്തിൽ ഈ വിദ്യാഭ്യാസ വിപ്ലവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ വളരെയേറെ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കണം. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെ സന്തോഷത്തോടുകൂടെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നത്, ഈ മഹാസമ്മേളനത്തിന്റെ ഒരു ഉപഹാരമായി സമ്മേളനത്തിന്റെ സുവനീർ സമ്മേളന നഗരിയിൽ ലഭ്യമാണ്. 150 രൂപക്ക് കോപ്പികൾ വളരെ പരിമിതമാണ്. തലബ വളണ്ടിയർമാർ അവർ വിതരണം ചെയ്യുന്നു. കേവലം 150 രൂപക്ക് 400 രൂപ വിലയുള്ള ആ സുവനീർ നിങ്ങളെ കരസ്ഥമാക്കി ഓർത്തിട്ട് ഞാൻ എന്റെ വളർത്തിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.